ഒരു ശ്രേഷ്ഠ ജനതയാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ ജനത്തോട് പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രേഷ്ഠ ജനതയാണ്. അക്രിസ്ത്യരായ മക്കൾക്ക് ഈ ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ മാതൃകാപരമായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ട ഒരു കുടുംബത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ യാത്ര ചെയ്യില്ല. ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു വസ്തു കൊടുക്കില്ല, തിരിച്ച് വാങ്ങിയില്ല. നമ്മുടെ ക്രിസ്ത്യൻസ് അവിടെ താമസിച്ചിരുന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നതിൽ അവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവരുടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വീടില്ലാതിരുന്ന കേസുകളിൽപ്പെട്ട് കിടന്ന കുടുംബത്തിന് ദൈവമായ കർത്താവ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വീട് നൽകി അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ നമ്മുടെ വീടുകളെങ്കിലും സ്ഥാനം അങ്ങനെ നോക്കുമ്പോൾ ഒരു ആഭിചാര പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല, കടമയില്ല. അല്ലെങ്കിൽ നമ്മുടെ തിരുനാളുകളെല്ലാം തുള്ളിച്ചാടാനുള്ളതല്ല. കേരളത്തിലൊരു സ്ഥലത്ത് ഒരു ഇടവക തിരുനാൾ നടത്തിയപ്പോൾ വിദേശ രാജ്യത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധന്മാർ തുള്ളിച്ചാടി എല്ലാ വിശുദ്ധരായത്, ബ്രേക്ക് ഡാൻസ് കളിച്ച എല്ലാ വിശുദ്ധരായത് അവർ കഷ്ടപ്പാട്, നോമ്പ്, ഉപവാസം എടുത്താണ്. നമ്മളുള്ള കൃപ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ നല്ലതാണ് കാര്യം ഓർമ്മിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അക്രൈസ്തവർക്ക് കൊടുക്കുന്ന ഒരു ഉതപ്പാണ് നമ്മൾ. ദൈവത്തെ അറിയാത്ത അതേ മക്കൾ ചെയ്യുന്ന അതേ പ്രവൃത്തിയിലൂടെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ കർത്താവിന് പ്രത്യേകപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠമായ രാജകീയ പുരോഹിത ജനത്തെ കർത്താവിന് കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ കാര്യമുണ്ടോ? അല്ലെങ്കിൽ അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേക ശ്രേഷ്ഠ ജനതയാണ്, രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തു വഴി ചെയ്യാൻ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് മാതൃകകളായിട്ട് മറ്റുള്ള മനുഷ്യർക്ക്, മറ്റുള്ള വിജാതീയ മക്കൾക്ക്, വിദേശ മക്കൾക്ക് സാക്ഷ്യങ്ങളായിട്ട് മാറണം.